നിങ്ങൾ ഉറക്കക്കുറവുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഡെയിലി 6 to 8 hours നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങാൻ നോക്കുമ്പോൾ പല പല ചിന്തകൾ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഉറക്കം ഡിസ്റ്റർബ് ആകുന്നതാണ്. ഞാൻ ഉറക്കത്തിനെ പറ്റി പറയാൻ വന്ന ആളല്ല, ആക്ച്വലി ഞാൻ സ്കിൻ കെയറിനെ പറ്റി പറയാനാണ് പറഞ്ഞത്. പക്ഷേ സ്കിൻ കെയറിന് നമ്മൾ ചുമ്മാ ലോഷനോ ക്രീംസോ അല്ലെ സിറംസോ അത് മാത്രം നമ്മൾ മുഖത്തോട്ട് ദേഹത്തോട്ട് നിങ്ങൾക്ക് അത്രയും കാര്യമില്ല. നമ്മൾ ഇന്നർ ഹെൽത്ത് ഫസ്റ്റ് നമ്മൾ ഹെൽത്തി ആക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഔട്ടർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നതൊക്കെ. എൻ്റെ ഒരു എന്താണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഞാൻ ഈവനിങ് ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ മോർണിംഗ് ഡ്യൂട്ടി ഇത് മാറി മാറി ഷിഫ്റ്റ് എടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്കറിയാം ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് സ്കിൻ എല്ലാം മൊത്തത്തിൽ അങ്ങ് ഡള്ളാവും, കാരണം ഉറക്കം കിട്ടുന്നില്ല. ഈവൻ ഞാൻ ഒരു 2 hours ഒക്കെ ഉറങ്ങിയിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നതെങ്കിൽ കൂടിയും ആ രാത്രി നമ്മൾ ആ ഉറങ്ങുന്ന ആ ഒരു ഇതുണ്ടല്ലോ, കണ്ടിന്യൂസ് സ്ലീപ്പ്, അത് കിട്ടിയില്ലെങ്കിൽ ശരിക്കും നമ്മുടെ ശരീരം അങ്ങോട്ട് വീക്ക് ആവും. അപ്പം ഈ ഉറക്കം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടിയിട്ടോ ഈ ഉറക്കം എന്ന് ഉദ്ദേശിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളൊരു ഉറക്ക ഗുളിക കുടിച്ചിട്ടോ അല്ലെങ്കിൽ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടോ അങ്ങനെ കഫ് സിറപ്പ് കൂടി, ചിലർക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്, കഫ് സിറപ്പ് കുടിച്ചിട്ട് ആ ഒരു മയക്കത്തിൽ കിടന്നുറങ്ങുക, അതല്ല. അതൊരു മയക്കം മാത്രമാണ്. അതൊരു ഹെൽത്തി സ്ലീപ്പ് എന്ന് പറയുമ്പോൾ അത് നോർമലായിട്ട് നമുക്ക് വരുന്നൊരു ഇതുണ്ടല്ലോ, ആ സ്ലീപ്പിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിനോട് അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ ഡിഫറൻസ്, എൻ്റെ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ, ഫസ്റ്റ് ഒരു നൈറ്റ് മാത്രം ചെയ്തിട്ടുള്ള എൻ്റെ ഒരു രൂപമാണ് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത്. അത് തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ഉറക്കത്തിലൂടെയാണ് നമ്മുടെ സ്കിന്നല്ല ഹോൾ ബോഡി ഓർഗൻസ് ഒക്കെ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പം സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു നല്ല വലിയൊരു ഓർഗനാണ്. അപ്പം എന്താണെങ്കിലും ഏതെങ്കിലും മെഷീൻ ആണെങ്കിൽ കൂടെ അതിനൊരു റെസ്റ്റിംഗ് ടൈം കൊടുക്കണം. അപ്പം അതിന് ഒരു 6 to 8 hours സ്ലീപ്പ് മസ്റ്റാണ്. ഓക്കെ, ഇനിയിപ്പം അങ്ങനെ ഉറക്കം കിട്ടാത്ത ഒരാളാണെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത്, അതാണ് ഞാൻ പറയുന്നത്. അത് എനിക്ക് ആക്ച്വലി ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒത്തിരി ടെക്നിക്കുകൾ പെട്ടെന്ന് ഉറക്കം വരാനുള്ള അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചെയ്ത് നോക്കിയ ചില കാര്യങ്ങൾ തന്നെ ബ്രീത്തിങ് ടെക്നിക്ക് എന്താണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 7 seconds നമ്മൾ ബ്രീത്തിങ് ടെക്നിക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഡീപ്പായിട്ട് ഇനിഷ്യൽ ചെയ്യുക, ഒരു 7 to 8 seconds നമ്മൾ ഹോൾഡ് ചെയ്യുക, പിന്നെ അത് സ്ലോ ആയിട്ട് വായിലൂടെ അങ്ങനെ എക്സൈൽ ചെയ്യുക. അതൊരു 8 seconds കൊണ്ട് നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാവും എക്സൈൽ ചെയ്യുന്നത്. ഇതൊരു 3 to 4 അല്ലെങ്കിൽ 5 times നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഉറങ്ങാനുള്ള ഒരു ഇത് വരും. പിന്നെ കിടക്കാൻ നേരത്ത് പാല് ചെറിയ ചൂടുള്ള പാല് കുടിച്ച് നോക്കാം. പിന്നെ റൂം കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്ത് വെക്കുക. അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഔട്ട് കർട്ടൻ വാങ്ങിച്ചത്. അപ്പം അതൊക്കെ എനിക്ക് നല്ലതായിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതല്ലാതെ വേറെ പിന്നെ ഓവർ തിങ്കിങ് മാക്സിമം ഒഴിവാക്കും. ഇതിപ്പോൾ നമ്മൾ തിങ്ക് ചെയ്യേണ്ട, എന്ത് കാര്യം തിങ്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ആ സമയത്ത് നമുക്ക് അതന്നെ ചിന്തിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. ഇതൊക്കെ എനിക്ക് വന്നത്. പക്ഷെ നമ്മൾ തന്നെ അത് മാറ്റി എടുക്കണം. അപ്പം ഇങ്ങനെ കുറച്ച് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ലീപ്പ് ആദ്യം റെഗുലർ ആക്കണം. അത് നമ്മളിപ്പം നൈറ്റിൽ ഒത്തിരി വൈകി 12 o'clock മുന്നേ നമ്മൾ കിടന്നിരിക്കണം. 12 o'clock കഴിഞ്ഞിട്ടുള്ള ഉറക്കം ഒരിക്കലും ഇതൊരു നല്ല ഉറക്കമല്ലെന്നാണ് ഡോക്ടേഴ്സ് വരെ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 9 o'clock അല്ലെങ്കിൽ 10 o'clock ആകുമ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടന്നിരിക്കണം. പിന്നെ മൈൻഡാണ് നമ്മളെ മൊത്തം കൺട്രോൾ ചെയ്യുന്നതാണ്. മൈൻഡിന് നമ്മൾ പറയണം രാത്രിയായി നമ്മൾ ഇനി ഉറങ്ങേണ്ട ടൈമാണെന്ന് മൈൻഡിനെ പറഞ്ഞ് അത് നമ്മൾ അങ്ങനെ ഒരു വിശ്വസിപ്പിച്ചിട്ട് കിടന്നാൽ നമുക്ക് ഉറക്കം കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ട്രൈ ചെയ്ത കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇത് വർക്കായില്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കായ കാര്യം എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഉറക്കം കഴിഞ്ഞ് നല്ലൊരു 8 hours ഉറക്കം കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ആ മുഖത്ത് ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഗ്ലോ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പം അത് ടിപ്പ് നമ്പർ 1. ഓക്കെ, പിന്നെ ഒരു കാര്യം, നെക്സ്റ്റ് ടിപ്പ്, ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിൽ പറയുന്ന കാര്യമാണ് വാട്ടർ. എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടാണ് ഈ വാട്ടർ. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഒട്ടും വെള്ളം കുടിക്കാൻ ഓർക്കാത്ത ഒരാളായിരുന്നു. ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് വല്ലപ്പോഴും അവിടെ ബോട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ കുടിക്കും. അപ്പം ഇപ്പം ഇവിടെയാണെങ്കിൽ ഫുൾ ടൈം എ സിയിലാണ് നിൽക്കുന്നത്, ഖത്തറിലാണ് ഞാൻ. അപ്പം നമുക്ക് ചൂടെടുക്കത്തില്ല, ചൂടെടുക്കാതെ വേർക്കുന്നില്ല. അപ്പം നമുക്കൊരു ദാഹം വരത്തില്ല. അങ്ങനെയുള്ളൊരു ആൾക്കാരാണ്. അപ്പം ഞാൻ ഒത്തിരി അങ്ങനെ വെള്ളം കുടിക്കാറില്ലായിരുന്നു. അത് തന്നെ ഭയങ്കര മോശമായിട്ട് ബാധിച്ചായിരുന്നു. ഇപ്പം ഞാൻ ഡെയിലി ഇപ്പം ഇത് 2000 ml വാട്ടർ ബോട്ടിലാണ്. അപ്പം ഇതെങ്കിലും നമ്മൾ ഫിനിഷ് ചെയ്യണം. അപ്പം ഇതിലിങ്ങനെ ഓരോരോ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത്ര ടൈമിൽ എത്ര കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. ഇഷ്ടം പോലെ ഇപ്പം അവൈലബിൾ ആണ് ഇങ്ങനത്തെ ബോട്ടിൽ. അപ്പം ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ എങ്ങനെയാണെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം. വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ കുടിക്കണം. സിപ്പായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന ഒറ്റയടിക്ക് വെള്ളം കുടിക്കാതെ ഇടയ്ക്കിടയ്ക്കായിട്ട് കുടിച്ചിട്ട് ഒരു 2000 ml എങ്കിലും
ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ കൂടുതലും നൈറ്റ് ടൈമിൽ ഒരു 5 o'clock ശേഷം ഒത്തിരി കുടിക്കാതെ അതിന് മുന്നേ തന്നെ ഫിനിഷ് ആക്കാൻ നോക്കുക. അപ്പം ഇത് രണ്ടുമാണ് എൻ്റെ ടിപ്സ് പറയുന്നത്. അപ്പം ഇത് രണ്ടും ഓക്കെ ആയാൽ തന്നെ നമ്മൾ പകുതി ഹെൽത്ത് ഇഷ്യൂസ് അവിടെ കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ടിപ്പുമായിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. ബൈ.